മിനി പമ്പയ്ക്ക് ശബരിമല ഇടത്താവളമെന്ന പദവി നഷ്ടം. ഇതോടെ മണ്ഡലകാല തീർത്ഥാടനത്തിനായി ഒരു സൗകര്യവും മിനി പമ്പയിൽ ഇക്കുറി ഉണ്ടാവില്ല. ഇടത്താവള പദവി നഷ്ടമായതറിയാതെ മിനി പമ്പയിലെത്തിയ തീർത്ഥാടകർ ഇതോടെ പ്രയാസത്തിലായി. മണ്ഡലകാലത്ത് തീർത്ഥാടകരുടെ ഒഴുക്ക് കൂടിയതിനെ തുടർന്ന് 1.5 പതിറ്റാണ്ട് മുൻപാണ് മിനി പമ്പയ്ക്ക് സർക്കാർ ശബരിമല ഇടത്താവള പദവി നൽകിയത്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കിയതോടെ ഓരോ തീർത്ഥാടന കാലത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ 10 ലക്ഷം രൂപ വരെ അനുവദിച്ചിരുന്നു. മണ്ഡല മകരവിളക്ക് കാലത്ത് 24 മണിക്കൂറും പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യവകുപ്പ് തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാക്കിയിരുന്നു. ട്രാഫിക് നിയന്ത്രണത്തിന് പോലീസിനെയും നിയമിച്ചിരുന്നു. പദവി നഷ്ടപ്പെട്ടതോടെ ഇത്തവണ മിനി പമ്പയിൽ ഒരു ഒരുക്കവും നടത്തിയില്ല. ഇതറിയാതെ എത്തിയ ഭക്തരാണ് പ്രയാസത്തിലായത്. ഇടത്താവളമില്ലാത്ത വലിയ ബുദ്ധിമുട്ടാണ്. സ്വാമിമാർക്ക് ഭക്തജനങ്ങളൊക്കെ കുളിക്കാനും പുഴയിലിറങ്ങാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത് ആരും മിസ്സായി കഴിഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, വിഷമങ്ങളുമാണ്. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. കുളിക്കാനോ ഭക്ഷണം കഴിക്കാനോ മിനി പമ്പയിൽ സൗകര്യമില്ല. പുതിയ പാലത്തിലിരുന്നാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത്. കൂടാതെ പുഴയിൽ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. ഇത് അപകട സാധ്യതയും കൂട്ടുന്നു. We are coming here from past 10 years. Nowadays we are facing issues to like we are not able to making food in the roadside. We are requesting we need to government need to provide temporary sheds for swamis because we are coming from long states and all. We are not able to make a food in the roads and water service also is not good. മുൻവർഷങ്ങളിൽ ഷവർബാത്ത്, ശുചിമുറി, കുളിക്കടവുകൾ എന്നിവ ഒരുക്കിയിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം മിനി പമ്പയെ അധികൃതർ അവഗണിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം തവനൂർ പഞ്ചായത്താണ് തീർത്ഥാടകർക്ക് വിരിവയ്ക്കാനുള്ള പന്തലൊരുക്കിയത്. ഇക്കുറി ഇതുമുണ്ടായിട്ടില്ല. മിനി പമ്പയിൽ ലക്ഷങ്ങൾ ചെലവിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാപിച്ച വാട്ടർ MTM അടക്കം ഉപയോഗശൂന്യമായി. ന്യൂസ് 18 തിരൂർ.